അധ്യായം 68 അൽ കലം. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 52. കലം എന്നാൽ പേന എന്നർത്ഥം. ഒന്നാം സൂക്തത്തിലാണ് ഈ പദമുള്ളത്. പ്രവാചകന്റെ മക്ക ജീവിതത്തിന്റെ ആദ്യ നാളുകളിൽ അവതരിച്ചു. ഇസ്ലാമിനെതിരെയുള്ള വിമർശങ്ങൾക്കുള്ള മറുപടിയും അവിശ്വാസികൾക്കുള്ള താക്കീതും സതുപദേശവും വിശ്വാസികളോട് ക്ഷമ പാലിക്കാനുള്ള ആഹ്വാനവുമാണ് ഉള്ളടക്കം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നൂൻ, പേനയും അവർ എഴുതിവെക്കുന്നതും സാക്ഷി. നിന്റെ നാഥന്റെ അനുഗ്രഹത്താൽ നീ ഭ്രാന്തനല്ല. നിശ്ചയമായും നിനക്ക് നിലയ്ക്കാത്ത പ്രതിഫലമുണ്ട്. നീ മഹത്തായ സ്വഭാവത്തിനുടമ തന്നെ, തീർച്ച. വൈകാതെ നീ കാണാൻ പോകുന്നു, അവരും കണ്ടറിയും. നിങ്ങളിൽ ആരാണ് കുഴപ്പത്തിലായതെന്ന്. നിശ്ചയമായും നിന്റെ നാഥൻ വഴിതെറ്റിയവരെ നന്നായി അറിയുന്നവനാണ്. നേർവഴി പ്രാപിച്ചവരെയും അവന് നന്നായി അറിയാം. അതിനാൽ നീ സത്യനിഷേധികളെ അനുസരിക്കരുത്. നീ അല്പം അനുനയം കാണിച്ചെങ്കിൽ തങ്ങൾക്കും അനുനയം ആകാമായിരുന്നുവെന്ന് അവരാഗ്രഹിക്കുന്നു. അടിക്കടി ആണയിട്ടുകൊണ്ടിരിക്കുന്ന അതിനീചനെ നീ അനുസരിക്കരുത്. അവനോ ദൂഷണം പറയുന്നവൻ, ഏഷണിയുമായി ചുറ്റിക്കറങ്ങുന്നവൻ. നന്മയെ തടയുന്നവൻ അതിക്രമി, മഹാപാപി, ക്രൂരൻ, പിന്നെ പിഴച്ചുപെറ്റവനും. അതിന് കാരണമോ സമൃദ്ധമായ സമ്പത്തും സന്താനങ്ങളുമുണ്ടെന്നതും. നമ്മുടെ സൂക്തങ്ങൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അവൻ പറയും, ഇത് പൂർവികരുടെ പുരാണ കഥകളാണ്. അടുത്തുതന്നെ അവന്റെ തുമ്പിക്കൈക്ക് നാം അടയാളമിടും. ഇവരെ നാം പരീക്ഷണ വിധേയരാക്കിയിരിക്കുന്നു, തോട്ടക്കാരെ പരീക്ഷിച്ച പോലെ. തോട്ടത്തിലെ പഴങ്ങൾ പ്രഭാതത്തിൽ തന്നെ പറിച്ചെടുക്കുമെന്ന് അവർ ശപഥം ചെയ്ത സന്ദർഭം. അവർ ഒന്നും ഒഴിവാക്കി പറഞ്ഞില്ല. അങ്ങനെ അവർ ഉറങ്ങവേ നിന്റെ നാഥനിൽ നിന്നുള്ള വിപത്ത് ആ തോട്ടത്തെ ബാധിച്ചു. അത് വിളവെടുപ്പ് കഴിഞ്ഞ വയൽ പോലെയായി. പ്രഭാതവേളയിൽ അവരന്യോന്യം വിളിച്ചു പറഞ്ഞു, നിങ്ങൾ വിളവെടുക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കൃഷിയിടത്തേക്ക് നേരത്തെ തന്നെ പുറപ്പെട്ടുകൊള്ളുക. അന്യോന്യം സ്വകാര്യം പറഞ്ഞുകൊണ്ട് അവർ പുറപ്പെട്ടു. ദരിദ്രവാസികളാരും ഇന്നവിടെ കടന്നുവരാൻ ഇടവരരുത്. അവരെ തടയാൻ തങ്ങൾ കഴിവുറ്റവരെന്ന വണ്ണം അവർ അവിടെയെത്തി. എന്നാൽ തോട്ടം കണ്ടപ്പോൾ അവർ വിലപിക്കാൻ തുടങ്ങി, നാം വഴിതെറ്റിയിരിക്കുന്നു. അല്ല, നാം എല്ലാം നഷ്ടപ്പെട്ടവരായിരിക്കുന്നു. കൂട്ടത്തിൽ മധ്യമ നിലപാട് സ്വീകരിച്ചയാൾ പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ട് ദൈവകീർത്തനം നടത്തുന്നില്ലെന്ന് ഞാൻ ചോദിച്ചിരുന്നില്ലേ? അവർ പറഞ്ഞു, നമ്മുടെ നാഥൻ എത്ര പരിശുദ്ധൻ! നിശ്ചയമായും നാം അക്രമികളായിരിക്കുന്നു. അങ്ങനെ അവരന്യോന്യം പഴിചാരാൻ തുടങ്ങി. അവർ വിലപിച്ചു, നമ്മുടെ നാശം! നിശ്ചയമായും നാം അതിക്രമികളായിരിക്കുന്നു. നമ്മുടെ നാഥൻ ഇതിനേക്കാൾ നല്ലത് നമുക്ക് പകരം നൽകിയേക്കാം. നിശ്ചയമായും നാം നമ്മുടെ നാഥനിൽ പ്രതീക്ഷയർപ്പിക്കുന്നവരാകുന്നു. ഇவ்விധമാണ് ഇവിടത്തെ ശിക്ഷ. പരലോക ശിക്ഷയോ കൂടുതൽ കഠിനവും. അവർ അറിഞ്ഞിരുന്നെങ്കിൽ. ഉറപ്പായും ദൈവഭക്തർക്ക് തങ്ങളുടെ നാഥന്റെ അടുക്കൽ അനുഗ്രഹീതമായ സ്വർഗീയാരാമങ്ങളുണ്ട്. അപ്പോൾ മുസ്ലിങ്ങളോട് നാം കുറ്റവാളികളെപ്പോലെയാണോ പെരുമാറുക? നിങ്ങൾക്കെന്തുപറ്റി? എങ്ങനെയൊക്കെയാണ് നിങ്ങൾ തീർപ്പു കൽപ്പിക്കുന്നത്? അതല്ല, നിങ്ങളുടെ വശം വല്ല വേദപുസ്തകവുമുണ്ടോ? നിങ്ങൾ അതിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾക്ക് അതിലുണ്ടെന്നോ? അതല്ലെങ്കിൽ നിങ്ങൾ തീരുമാനിക്കുന്നത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുമെന്നതിന് ഉയിർത്തെഴുന്നേൽപ്പ് നാൾ വരെ നിലനിൽക്കുന്ന വല്ല കരാറും നമ്മുടെ പേരിൽ നിങ്ങൾക്കുണ്ടോ?
അവരോട് ചോദിക്കുക, തങ്ങളിൽ ആരാണ് അതിന്റെ ഉത്തരവാദിത്തം ഏൽക്കുന്നത്? അതല്ല, അവർക്ക് വല്ല പങ്കുകാരുമുണ്ടോ? എങ്കിൽ അവരുടെ പങ്കാളികളെ അവരിങ്ങ് കൊണ്ടുവരട്ടെ, അവർ സത്യവാദികളെങ്കിൽ. കണങ്കാൽ വെളിവാക്കപ്പെടും നാൾ, അന്നവർ സുജൂദ് ചെയ്യാൻ വിളിക്കപ്പെടും. എന്നാൽ അവർക്കതിന് സാധ്യമാവില്ല. അന്നവരുടെ നോട്ടം കീഴ്പോട്ടായിരിക്കും. അപമാനം അവരെ ആവരണം ചെയ്യും. നേരത്തെ അവർ സുജൂദ് ചെയ്യാൻ വിളിക്കപ്പെട്ടിരുന്നല്ലോ, അന്നവർ സുരക്ഷിതരുമായിരുന്നു. അതിനാൽ ഈ വചനങ്ങളെ തള്ളിപ്പറയുന്നവരുടെ കാര്യം എനിക്ക് വിട്ടുതരിക. അവരറിയാത്ത വിധം നാം അവരെ പടിപടിയായി പിടികൂടും. നാം അവർക്ക് സാവകാശം നൽകിയിരിക്കുകയാണ്. എന്റെ തന്ത്രം ഭദ്രം തന്നെ, തീർച്ച. അല്ല, നീ അവരോട് വല്ല പ്രതിഫലവും ആവശ്യപ്പെടുന്നുണ്ടോ? അങ്ങനെ അവർ കടബാധ്യതയാൽ കഷ്ടപ്പെടുകയാണോ? അതല്ലെങ്കിൽ അവരുടെ വശം വല്ല അഭൗതിക ജ്ഞാനവുമുണ്ടോ? അവർ അത് എഴുതിയെടുക്കുകയാണോ? അതിനാൽ നീ നിന്റെ നാഥന്റെ തീരുമാനങ്ങൾക്കായി ക്ഷമയോടെ കാത്തിരിക്കുക. നീ ആ മത്സ്യക്കാരനെപ്പോലെ ആകരുത്. അദ്ദേഹം കൊടും ദുഃഖിതനായി പ്രാർത്ഥിച്ച സന്ദർഭം ഓർക്കുക. തന്റെ നാഥനിൽ നിന്നുള്ള അനുഗ്രഹം രക്ഷയ്ക്കെത്തിയിരുന്നില്ലെങ്കിൽ അദ്ദേഹം ആ പാഴ്മണൽക്കാട്ടിൽ ആക്ഷേപിതനായി ഉപേക്ഷിക്കപ്പെടുമായിരുന്നു. അവസാനം അദ്ദേഹത്തിന്റെ നാഥൻ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു. അങ്ങനെ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. ഈ ഉദ്ബോധനം കേൾക്കുമ്പോൾ സത്യനിഷേധികൾ നീ നിന്റെ കാലിടറി വീഴുമാറ് നിന്നെ തുറിച്ചു നോക്കുന്നു. ഇവൻ ഒരു മുഴുഭ്രാന്തൻ തന്നെയെന്ന് പുലമ്പുകയും ചെയ്യുന്നു. എന്നാൽ ഇത് മുഴുലോകർക്കുമുള്ള ഒരു ഉദ്ബോധനമല്ലാതൊന്നുമല്ല.